മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരോടുള്ള സർക്കാർ സമീപനത്തിൽ UDF പ്രത്യക്ഷ സമരത്തിന് ടി സിദ്ദീഖ് MLA നേതൃത്വത്തിൽ കലക്ടറേറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം തുടങ്ങി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം കഴിഞ്ഞ് 7 മാസം പിന്നിടുന്ന ഒരു പശ്ചാത്തലത്തിലാണ് UDF പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുന്നത്. UDFന്റെ MLA കൽപ്പറ്റ MLA ടി സിദ്ദീഖിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ രാപ്പകൽ സമരം നടക്കുകയാണ്. ഉപവാസ സമരമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൽപ്പറ്റ MLA ടി സിദ്ദീഖ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സിദ്ദീഖ്, 7 മാസത്തിനിപ്പുറം ഒരു സമരത്തിലേക്ക് പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുകയാണ്. നാളെ ദുരന്തം നടന്ന് 7 മാസമാവുകയാണ്. ഇതുവരെ ഇതിന്റെ ലിസ്റ്റ് ഇതുവരെ പൂർത്തീകരിച്ചില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ സർക്കാർ പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നു, ഒരു സ്ഥലത്തേക്കാണ് പ്രതിവാസം വരുന്നത്. 1 ആണോ 2 ആണോ ചർച്ചയില്ല. 5 സെന്റ് ഭൂമിയാണോ 10 സെന്റ് ഭൂമിയാണോ 15 ആണോ അതിനെക്കുറിച്ച് വ്യക്തതയില്ല. സർക്കാർ യഥാർത്ഥത്തിൽ ഈ ദുരന്തത്തിന് വിധേയരായ ആളുകളെ ഇരുട്ടിൽ നിർത്തിയാണ് സർക്കാർ ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ആലോചിക്കണം, 42ഓളം വരുന്ന ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റി. ആ പരിക്ക് പറ്റിയ ഒരു സ്പൈനൽ ഇഞ്ചുറി ഉണ്ട്, നട്ടലിന് പരിക്കേറ്റവരുണ്ട്, വെയിൻ പൊട്ടിയവരുണ്ട്, അതില് പ്ലാസ്റ്റിക് സർജറി വേണ്ടവരുണ്ട്, അതില് ദുരന്തത്തിന് ശേഷം ആക്സിഡന്റ് പറ്റിയവർ, കൈയും കാലും പൊട്ടിയവർ, അങ്ങനെ തുടങ്ങി നിരവധി രോഗികൾ. ഈ രോഗികളായ ഒരാൾക്ക് പോലും സാമ്പത്തിക സഹായം കൊടുക്കാനുള്ള നടപടികൾ, സാമ്പത്തിക സഹായം കൊടുക്കാനുള്ള ഒരു നടപടിയും സർക്കാർ തലത്തിൽ പൂർത്തീകരിച്ചിട്ടില്ല. ഒന്ന് പരിക്ക് പറ്റിയവർക്കുള്ള സാമ്പത്തിക സഹായമില്ല. ദിനപത്ത സർക്കാർ കൊടുത്തു. ആ ദിനപത്ത 300 രൂപ കൊടുത്തത് ജീവനോപാധി തിരിച്ചു കൊടുക്കുന്നതിന് മുമ്പ് 3 മാസം കഴിഞ്ഞപ്പോൾ അത് നിർത്തലാക്കി. വാട്ടർ അതോറിറ്റിയുടെ ബില്ല് ഇപ്പോ 6 മാസത്തേക്കാണ് KSEB സൗജന്യമായി വൈദ്യുതി കൊടുത്തത്. ആ KSEB 6 മാസം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ബില്ല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെന്ത് ചെയ്യും? സാധാരണക്കാരായ ആളുകൾ, കൃഷിഭൂമി നഷ്ടപ്പെട്ടവരെ കുറിച്ച് ഒരു പരിഹാര ശ്രമമില്ല. കാർഷിക വിളകൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് സർക്കാരിന് സംസാരമില്ല. നിയമസഭയിൽ ഉന്നയിച്ചു, വ്യക്തിപരമായി കത്തുകൊടുത്തു, നിരവധി കാര്യങ്ങൾ നീക്കി. ഇപ്പോ ഈ ദുരന്തത്തിൽ പരിക്കേറ്റതായ ആളുകൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി നീക്കിവെച്ചതായിരിക്കുന്ന തുക കേവലം പരിമിതമായ തുകയാണ്. ഞാൻ ചോദിക്കുന്നത്, എന്തർത്ഥത്തിലാണ് ഇതൊക്കെ? സർക്കാരിന്റെ കയ്യിൽ പണമുണ്ട്, ആ പണം നീക്കിവെച്ചാൽ പോരെ? ഇവരെടുത്ത ലോണ് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതുമായ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ധാരണയാക്കണം. എന്തും ഒരു കാര്യം ചെയ്തില്ല. കേന്ദ്ര സർക്കാർ ചെയ്യുന്നില്ല, സംസ്ഥാന സർക്കാരും ചെയ്യുന്നില്ല. അത്രയും ഗുരുതരമായ ഒരു സാഹചര്യം. സത്യത്തിൽ അവരെങ്ങനെ ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ ജീവനോപാധിയില്ല. ഉറ്റവരും ഉടയവരും പോയി, നിന്നിരുന്ന വീട് പോയി, അവരുടെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ടു. അവർക്ക് ജീവിക്കാൻ കഴിയാത്ത ഗുരുതര സാഹചര്യം. സർക്കാർ അവരെ ഇരുട്ടിൽ നിർത്തി മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ്, 7 മാസം പിന്നിടുന്ന ഒരു സന്ദർഭത്തിലാണ് കൽപ്പറ്റ MLA ടി സിദ്ദീഖ് അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ രാപ്പകൽ സമരം ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോ രാപ്പകൽ സമരമാണ്. നാളെ രാവിലെ കലക്ടറേറ്റ് വളയുമെന്നാണ് UDF പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് നിലനിൽക്കുന്നത്. അടിയന്തരമായി ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരുടെ വിഷയത്തിൽ ഇടപെടലുകൾ ഉണ്ടാകണം, അതിന് അടിയന്തര പരിഹാരം ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. UDF ഇത്ര കാലങ്ങളിൽ പ്രതിഷേധം ഉന്നയിച്ചിരുന്നുവെങ്കിൽ പോലും ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് ആദ്യമായാണ് പോകുന്നത്. പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകാത്ത വിഷയങ്ങളുണ്ട്. അതേസമയം കേന്ദ്രത്തിന്റെ ഫണ്ടിന് കാത്തു നിൽക്കാതെ തന്നെ ദുരിതാശ്വാസ നിധിയിൽ, അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ തന്നെ ആവശ്യത്തിന് പണമുണ്ട്, അതുപോലും നിലവിൽ ചിലവഴിക്കുന്നില്ല എന്നത് ചൂണ്ടിക്കാട്ടി കൂടിയാണ് UDF സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും നാളെ കലക്ടറേറ്റ് വളയുന്നത് ET മുഹമ്മദ് ബഷീർ MP ആണ് ഉദ്ഘാടനം ചെയ്യുക എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ സണ്ണി ജോസഫ് MLA ആണ് ഈ കലക്ടറേറ്റിന് മുന്നിലുള്ള ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തത്. വലിയ സമരത്തിലേക്ക് UDF കടക്കുമെന്നതിന്റെ സൂചനയായാണ് ഇന്നത്തെ സമരത്തെ UDF നേതാക്കൾ വിലയിരുത്തുന്നത്.